ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഞാനും നൈനുക്കുട്ടിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഇന്ന് ചോറ് വെക്കണം, അതിന് കറിയും കൂടി വേണമല്ലോ. അതുണ്ടാക്കാനൊക്കെ വലിയ മെനക്കേടാണ്. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കറിയും വേണ്ട, ഒന്നും വേണ്ട, ഒരു അച്ചാറുണ്ടെങ്കിൽ പരിപാടി തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബസ്മതി അരി കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ബസ്മതി അരിനേക്കാൾ നല്ലത് നമ്മുടെ ജീരകശാല റൈസാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എൻ്റെ അടുത്ത് നൈനുക്കുട്ടിയൊക്കെ ഇളക്കാനൊക്കെ കൂടുണ്ട്. ഇത് നമ്മുടെ ഷാൻജിയോ ഇല്ലേ, അവരുടെ റെസിപ്പിയാണ് കേട്ടോ. അവരാണെങ്കിൽ നീട്ടി വലിച്ചൊന്നും പറയില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കൂടുതലും അവരുടെയാണ് നോക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ടച്ചിങ്സ് ഒക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സർലാസ് ഇല്ലേ, കുറച്ച് തൈര് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തൈര് പറയുമ്പോൾ മോര് പോലെ ആയി, സാരില്ല. എന്നിട്ട് നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നൈനുവിന് ഫസ്റ്റ് തന്നെ കൊടുത്തു കേട്ടോ. നൈനു അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു, അച്ഛനും നന്നായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ.